ഹായ്, ഞങ്ങളുടെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് മെല്ലെ നീക്കാമെന്ന് പറഞ്ഞിട്ടോ കടന്നതൊക്കെ തലേദിവസം. പക്ഷേ പണി കിട്ടിയിട്ടോ, വെള്ളം കിട്ടിയില്ല കേട്ടോ. ഇന്നലെ നോക്കിയപ്പോൾ വെള്ളം വരുന്നില്ല, ഏറ് മാത്രമേ ഉള്ളൂ. നല്ല വെള്ളം ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം, നമുക്ക് പൈപ്പൊക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് ആ വെള്ളം കിട്ടാറില്ല കേട്ടോ. വേനൽക്കാലമായി തീരെ കിട്ടില്ല കേട്ടോ. ഇന്നലെ വെള്ളം വന്നു, പക്ഷെ ഒന്നും കിട്ടിയില്ല. അപ്പോൾ ഞാൻ ഡാമത്തെ വെള്ളം, കാഞ്ഞിരപ്പുഴ ഡാമത്തെ വെള്ളമാണ് നമുക്ക് വന്നാലാണ് കേട്ടോ സൗകര്യം, നിറയെ വെള്ളം കിട്ടും. ആ വെള്ളം വന്നാലാട്ടോ കാര്യമുള്ളൂ, വേറെ വെള്ളം വന്നിട്ടൊരു കാര്യമില്ല കേട്ടോ. അപ്പോൾ ഇന്നലെ നോക്കിയപ്പോൾ വരുന്നില്ല. അപ്പോൾ കൂടുതലത് രാത്രി 1 മണിക്ക് ശേഷമാട്ടോ വെള്ളം വരിക. അപ്പോൾ ഉറക്കം ഒഴിച്ചിട്ട് ഇരുന്ന് വെള്ളം പിടിക്കണം. അപ്പോൾ എനിക്ക് വയ്യ ഉറക്കം ഒഴിച്ചിട്ട് വെള്ളം പിടിക്കുക. രാവിലെ നേരത്തെ നെയ്ക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ കടന്നു കേട്ടോ. അങ്ങനെ അമ്മ മാലയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ കുളിക്കാൻ പോണ സമയത്ത് അമ്മ നേരത്തെ നെയ്ച്ച് പോകും. അപ്പോൾ അമ്മൻ്റെ കൂടെ ഞാനും നെയ്ച്ച് വെള്ളം പിടിക്കുക കേട്ടോ. വെള്ളം വരുന്നുണ്ട്, എന്നാൽ നല്ല ശക്തിയായിട്ട് വരുന്നില്ല കേട്ടോ. അപ്പം ഞാൻ ഡ്രമ്മിലൊക്കെ നിറച്ചു കഴിഞ്ഞ് തിരുമ്പാനും പാത്രം കഴുകാനൊക്കെ കൊണ്ടൊഴിക്കണം കേട്ടോ. അപ്പം ഞാൻ ആ കുടം നിറയണവറ്റ വെറുതെ നിൽക്കണ്ടേന്ന് പറഞ്ഞിട്ട് കുറച്ച് മിറ്റടിക്കും, പിന്നെ കുടം നിറയുമ്പോൾ പിന്നെ കൊണ്ടൊഴിക്കും, പിന്നെയും മിറ്റടിക്കും, പിന്നെ കുടം നിറയുമ്പോൾ പിന്നെയും കൊണ്ടൊഴിക്കും കേട്ടോ, കൊണ്ടൊഴിക്കും. അപ്പോൾ നമ്മുടെ ഓസ് പൊട്ടിയ കാരണം കൊണ്ടാട്ടോ ഫുള്ളും വെള്ളം മുറ്റത്താണ്. കുറേ ആയി ഓസ് മേടിച്ചിട്ട്. അപ്പോൾ ഞാൻ ആ പ്ലാസ്റ്റിക്കിൻ്റെ കവറൊക്കെ ഇട്ട് കെട്ടിയിട്ടൊക്കെ ആട്ടോ വെള്ളം കോരുന്ന്. കുറേ വെള്ളം ഇങ്ങനെ പോവുകയും ചെയ്യും. അപ്പോൾ അതാണ് മുറ്റത്ത് നിറച്ചും വെള്ളം കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ എല്ലാവിടെയും വെള്ളമൊക്കെ നിറഞ്ഞ്, ഇതിന് നല്ല മണമുണ്ട് കേട്ടോ, ബ്ലീച്ചിങ് പൗഡറിൻ്റെ മണമുണ്ട്. അപ്പോൾ നമുക്ക് കുടിക്കാൻ ഉപയോഗിക്കില്ല, തിരുമ്പാനും കുളിക്കാനും അതിനുള്ളൊക്കെ ആയിട്ടേ നമ്മളിത് ഉപയോഗിക്കുകയുള്ളൂ. കുടിക്കാനുള്ള വെള്ളം ഞാൻ ആ പൈപ്പിൽ വെള്ളം കിട്ടുന്ന സമയത്ത് ഒരു ഡ്രിമ്മിൽ നിറച്ച് വയ്ക്കും. അപ്പോൾ അത് കുടിക്കാനും ചോറ് വയ്ക്കാനൊക്കെ ഉപയോഗിക്കും കേട്ടോ. ഇത് മണമില്ലെങ്കിൽ ഞാൻ ഇത് ചോറൊക്കെ വയ്ക്കും കേട്ടോ. തിളപ്പിച്ചിട്ടല്ല കുടിക്കുന്നത്, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട്. ഇതിപ്പോൾ ബ്ലീച്ചിങ് പൗഡർ മണമുള്ള കാരണം കൊണ്ട് ഞാനിത് എടുത്തിട്ടില്ല, ആ വെള്ളമുണ്ട്. അപ്പോൾ എൻ്റെ എല്ലാ വെള്ളം പിടുത്തമൊക്കെ കഴിഞ്ഞു, മിറ്റടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അങ്ങനെ ഞാൻ പോയി പല്ല് തേച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പല്ല് തേക്കാൻ വേണ്ടിയിട്ട് പുറത്തത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഉള്ളിലേക്ക് കയറിയാൽ മതിയല്ലോ എന്ന് പറഞ്ഞിട്ട് പല്ലൊക്കെ തേക്കുക കേട്ടോ. അങ്ങനെ എൻ്റെ പല്ല് തേക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ ചോറിന് തീ പിടിപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് കുറച്ച് ചുള്ളലെടുക്കാൻ വേണ്ടി പോയതാട്ടോ. ആട്ടിൻ്റെ ചുള്ളലാണ് കേട്ടോ, ആട്ടിന് കൊടുത്തതിൻ്റെ പ്ലാവിൻ്റെ ചുള്ളലാണ്, ആട്ടും പൊന്താന്നൊക്കെ കേട്ടോ ഞങ്ങൾ പറയട്ടെ, ആട്ടിൻ ചുള്ളലാട്ടോ. അപ്പോൾ അത് തീ പിടിപ്പിക്കാനൊക്കെ വേഗം എളുപ്പമാണ് കേട്ടോ, വേഗം കത്തിക്കോളൂ. അപ്പോൾ ഞാനത് എടുത്തുകൊണ്ടെന്ന് പിന്നെ തലേദിവസം ഞാൻ ചോറ് വയ്ക്കാനുള്ള വെള്ളമൊക്കെ റെഡിയാക്കി വെച്ചിട്ടാട്ടോ കിടക്കുക. പിന്നെ വേഗം എടുത്തും കൊണ്ട് തീ പിടിപ്പിച്ചാൽ മതിയല്ലോ, അടുപ്പിൽ കൊണ്ട് വെച്ചാൽ മതിയല്ലോ. അപ്പം ഞാൻ അതിനൊക്കെ എടുത്ത് തീ പിടിപ്പിച്ചു. പക്ഷേ എൻ്റെ കണ്ണിന് തീ കണ്ട ഒരു പ്രത്യേകതയായിട്ടോ, അവൻ ഇങ്ങനെ തീ കത്തിച്ചുകൊണ്ടേയിരിക്കും. അതിപ്പോൾ എന്തായാലും വേണ്ടില്ല, പേപ്പറുകളൊക്കെ കണ്ട് അവൻ ചീന്തിയിട്ടിരിക്കുക കേട്ടോ. ഇന്നലെ ഞാൻ പണിക്ക് പോയിട്ട് വരുമ്പോഴേക്ക് ചെയ്ത പണിയാണ് കേട്ടോ. അമ്മയുണ്ട്, അമ്മ നോക്കിക്കോളൂ. എനിക്ക് പേടിയാണ് കണ്ണനെ തീൻ്റെ അടുത്തേക്ക് പോയാലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ പണിക്കൊക്കെ പോണ സമയത്ത് അടുപ്പിൽ തീ കത്തിക്കില്ല കേട്ടോ, ഗ്യാസിലാട്ടോ തീ കത്തിക്കുക. കാരണം നമ്മൾ എവിടേക്കും ഇട്ടിട്ട് പോയാൽ പെട്ടെന്ന് അമ്മയ്ക്ക് ഓടി എത്താൻ പറ്റില്ലെങ്കിൽ അവൻ അടുപ്പിൽ ഇങ്ങനെ തീ എന്തെങ്കിലും കത്തിച്ചിട്ട് പോയി എന്തെങ്കിലും ആയ വലിയ പ്രശ്നമല്ലേ പറഞ്ഞിട്ട് ഞാനൊന്ന് അടുപ്പിൽ തീ കത്തിക്കാറില്ല കേട്ടോ. ഞാനുള്ള സമയത്തായിട്ട് അടുപ്പിൽ തീ കത്തിക്കുള്ളൂ. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാനിപ്പോൾ പണിക്ക് പോകാൻ തുടങ്ങിയാൽ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഞാനിന്ന് അടുപ്പിലാട്ടോ തീ കത്തിച്ചത്. അതിൻ്റെ ഇടയിൽ എൻ്റെ അമ്പാടി കരയുന്ന ഒച്ച കേട്ട് ഞാൻ അമ്പാടിനെ പോയി വിളിക്കാൻ പോയപ്പോൾ അമ്പാടി എന്തിനാ കരയുന്നു പറഞ്ഞിട്ട് പോയി നോക്കിയപ്പോൾ ഒരേ കരച്ചിലാട്ടോ. അമ്മയും തക്കുടൂനും കുളിക്കാൻ പോയി, അവനെ കൊണ്ടുപോയില്ല എന്ന് പറഞ്ഞിട്ട് കരയാട്ടോ. അപ്പോൾ ഞാൻ അവനെ പോയി എടുത്തിട്ട് വന്നിട്ട് അവനോട് ഓരോന്ന് പറയാൻ കേട്ടോ. പിന്നെ ഇവിടെയും നിൽക്കണില്ല ആൾ, ഇവിടെ ഒരേ കരച്ചിലാണ്. അപ്പോൾ ഞാൻ വീണ്ടും അവനെ കൊണ്ടാക്കി, അപ്പോൾ ഇവിടെ നിൽക്കണില്ല. അപ്പോൾ എൻ്റെ പണിയൊക്കെ സ്വീപ്പാകും പറഞ്ഞിട്ട് ഞാൻ അവനെ കൊണ്ടാക്കി കേട്ടോ. അപ്പോൾ പാല് കപ്പിൽ കൊണ്ടുവന്ന് അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചപ്പോൾ നല്ല എന്താ പറയുക, നെയ്പ്പൊക്കെ മുകളിൽ നിൽക്കുക കേട്ടോ. അപ്പോൾ ഞാൻ അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒഴിച്ചിട്ട് ചായ വെക്കാതെ എടുക്കുകയാണ്. കുഞ്ഞാറ്റ ചായ കുടിക്കില്ല, ഞാനും കണ്ണന് മാത്രമല്ല ചായ കുടിക്കും. അപ്പോൾ 2 ഗ്ലാസ് മതി, അത് നല്ല പാലാണ് കേട്ടോ, നല്ല കട്ടിയുള്ള പാലാണ്. അപ്പോൾ കുറച്ച് പാല് മതി. അപ്പോൾ എനിക്കും കണ്ണനുള്ള 2 ഗ്ലാസ് ചായ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ പാലൊക്കെ എടുത്തു, ചായയൊക്കെ വെച്ചിട്ടൊന്ന് ഞായറാഴ്ച മെല്ലെ നീക്കാമെന്ന് പറഞ്ഞിട്ട് ഇരുന്നതാട്ടോ. അപ്പോഴും നേരത്തെ നീക്കേണ്ടി വരും, നാളെ പണിക്ക് പോകുമ്പോഴും നേരത്തെ നീച്ചിട്ട് പണിയൊക്കെ ഒരുക്കണം. അങ്ങനെ പിന്നെ ഞാൻ ചായയൊക്കെ വെച്ചു. ചോറിന് ചുള്ളലായ കൊണ്ട് ബൂന്ന് കത്തിപ്പോകും കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് അത് നോക്കണം. ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ വിശേഷങ്ങൾ, കൊച്ചു വിശേഷങ്ങൾ, കുഞ്ഞു വീട്ടിലെ കുഞ്ഞു വിശേഷങ്ങളാട്ടോ. നമുക്ക് ഒരുപാട് ആർഭാടങ്ങളൊന്നുമില്ല, ഉള്ളത് കൊണ്ട് ഓണം പോലെ കേട്ടോ. അപ്പോൾ ഞങ്ങൾ 3 പേരല്ലേ ഉള്ളൂ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ വയ്ക്കുക, ഇങ്ങനെയൊക്കെ തന്നെ കേട്ടോ നമ്മൾ ജീവിക്കണത്. അതിനെൻ്റെ ചായയൊക്കെ ആയി. അതിൻ്റെ ഇടയിൽ ഞാൻ സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ നുറുക്കിയിട്ട് അടുപ്പിൽ വെച്ചു കേട്ടോ. അപ്പോൾ എൻ്റെ ചായയായി, കണ്ണിന് ചായ കൊടുത്തു. അങ്ങനെ എൻ്റെ കറിയായിട്ട് ചോറായിട്ടില്ല, ചോറടുപ്പില്ല, കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. റേഷൻ കടയിലത്തെ മട്ടരി ആയതുകൊണ്ട് നല്ല വേവാട്ടോ, അത് നല്ല കഴുകിയാൽ ആ കളറ് പോകുള്ളൂ കേട്ടോ. അതുകൊണ്ടാട്ടോ ഞാൻ അങ്ങനെ കഴിയാൻ. എൻ്റെ ചോറും കറിയൊക്കെ ആയി. കുഞ്ഞായിട്ട് സാമ്പാർ കൂട്ടി ചോറിനാട്ടോ. കണ്ണിന്
കഴിക്കാൻ പോയിട്ടില്ല. കണ്ണൻ ടി വി കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ. അവന് വാ കണ്ണാ കഴിക്കുമെന്ന് പറയുമ്പോൾ അവനെ ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ്, അതുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അവന് നാടൻ വന്നിട്ട് വേഗം കിടക്കുക കേട്ടോ. തയ്ച്ചുകൊണ്ടിരിക്കുക. പിന്നെ എനിക്ക് കുറച്ച് തയ്ക്കാണ്ട്, അതൊക്കെ തയ്ച്ച് പിന്നെ പച്ചരി നനച്ച് വെയിലത്തിടാൻ വേണ്ടിയിട്ട് ഞാൻ അതിനെ കഴുകി വെയിലത്തിട്ടതാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ